with us. She is a survivor of triple-negative breast cancer, and her journey is a moving testament into resilience, strength, and the importance of awareness and support. Please welcome the courageous and inspiring Miss Chintu George. Hello. It's very familiar faces here, so I don't think I have to introduce myself again. But still, I'm Chintu George. Like the other distinguished speakers today, I am not here with a title that I've earned, but I am with a title that the life has given me, even without asking, breast cancer survivor. So, ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാവരും മലയാളീസ് ആണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഐ ടോക്ക് മോർ ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എനിവേ. സോ എല്ലാവരെയും പോലെ തന്നെ നാട്ടിൽ ജനിച്ച് വളർന്ന് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നു. അങ്ങനെ ഒരു 10 years ഇവിടെ 10 years കഴിഞ്ഞപ്പോൾ I became a single mom, whatever reasons, and then in another 5 years, I lived my independent life, and all of a sudden, so I'll start with my diagnosis. I was having this spot pain, breast in the spot. It was not even I never felt a lump. I never felt anything different. So ഒരു ദിവസം ഞാൻ very casually ഒരു GP-യുടെ അടുത്ത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പം അവിടെ കുറേ പിങ്ക് ബലൂൺസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഒരു സ്പോട്ടിൽ മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെരി റാൻഡംലി പെയിൻ വരുമായിരുന്നു. അപ്പം ഐ തോട്ട് ഐ ജസ്റ്റ് മെൻഷൻ ഇറ്റ് ടു ദ ഡോക്ടർ. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഐ എം ഗെറ്റിംഗ് ദിസ് റാൻഡം ഒരു പോയിന്റിലൊരു പെയിൻ. ആൻഡ് ഹി സെഡ് ബിക്കോസ് ഐ എം ഗോയിങ് ടു ദ ജിം ആൻഡ് ഓൾ പ്രോബബ്ലി ദാറ്റ് കുഡ് ബി ദ റീസൺ എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ over the days it started happening constantly. എന്താ പറയുക, ആ ഒരു പോയിന്റിൽ ഇങ്ങനെ പെയിൻ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പം അമ്മ വാസ് ലൈക്ക്, നിങ്ങൾക്ക് അവിടെ GP-യുടെ അടുത്തൊക്കെ പോയി യു ക്യാൻ ജസ്റ്റ് ചെക്ക്. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഐ ജസ്റ്റ് ബുക്ക്ഡ് ആൻഡ് ഐ വെന്റ് ദേർ. And this doctor asked me to get onto the bed. Bedil noki check chedu, and immediately she said there is a lump. And I was like, okay, what's appam doctor arnu, because when I touched it, it was hurting. Appam doctor arnu, cancer usually doesn't hurt. Like when you touch, it doesn't hurt. So it needn't be cancerous. It could be like milk ducts or അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിൻ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ പെയിൻ ഉണ്ടല്ലോ, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, അവിടെ ലംപ്പൊന്നും എനിക്കായിട്ട് ഫീൽ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടും ടച്ച് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഡോക്ടർ വാസ് സെയിങ് ഓൾ ദോസ് സിംറ്റംസ്. I was just reading all those symptoms that's mentioned there, and I actually did not have any of those symptoms. The only thing that made me to go and check with the doctor is this one point ingane just a pain varea, and then when I touch that particular point there is a pain. Appo ഞാൻ doctor say anyway we'll do mammogram and biopsy kaikam എന്നൊക്കെ പറഞ്ഞു. Okay fine, I went next day and they did all the tests, and after 5 days I get a call from my GP, and then I go there. So I'm like, and the mole, she was like 8 years old. ഞാനും അവളും കൂടിയാണ് ഒരുമിച്ച് പോയത് after school, and then I was like waiting there, and then we went inside the room, and the regular GP, so he's sitting there and looking at the screen, and he's not talking to me. അപ്പം ഞാനിങ്ങനെ ആ സ്കൂളുണ്ട്, ഉള്ള സ്കൂളിൽ വിടണം, ഇതൊന്നും വേഗം പറഞ്ഞു തന്നെ പോയിരുന്നു. I was not at all ready to hear anything else other than just it's a milk duct issue or inflammation or anything. And then
ഡോക്ടർ എന്നോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വാട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ബ്രസ്റ്റ് കാർസിനോമ. അഗൈൻ യു സോ ദാറ്റ് നെയിം ദ ബ്രസ്റ്റ് കാർസിനോമ. അങ്ങനെ ഒരു വാക്കേ ഞാൻ അതുവരെ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് കാസിനോമയോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപ്പം ഐ വാസ് ലൈക്ക് വിച്ച് മീൻസ്. അപ്പോൾ ഡോക്ടർ സെഡ് ഇറ്റ്സ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം യു നോ എവറി ടൈം വെൻ യു ഹിയർ ദറ്റ് നെയിം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ മൈ ഡാഡ് ഡൈഡ് ഓഫ് പാൻക്രിയാറ്റിക് ക്യാൻസർ. അപ്പം അങ്ങനെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. സോ അഗൈൻ ഐ ആസ്കിങ് ഓക്കെ സോ വാട്ട്സ് നെക്സ്റ്റ്, ബട്ട് ഐ സ്റ്റിൽ ഹെൽഡ് അപ്പ് ആൻഡ് ചോദിച്ചു വാട്ട്സ് നെക്സ്റ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് യു വിൽ ബി കോൺടാക്റ്റഡ് ബൈ ദ Monash cancer department, and then they'll take it from there, etc. And then I was like, okay, and then what happens? And the you may have to undergo chemotherapy, radiotherapy, surgery, etc. And then you'll be referred to oncologists. So those words came up, like chemotherapy, oncologist. Okay, Ketapam. I was like, I lost a bit, and then I started crying. And the morning, she didn't even know what was happening, so she also started crying. And then, doctor chose, should she stay here or should she go outside? Doctor said, no, let her stay here because she has to go through this whole journey with you. So let her be there. No. Okay. And then we stood there, and then doctor said, okay, so next step. അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിൽ വന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് തിങ്കിങ് ഓക്കെ നോട്ട് നെക്സ്റ്റ്. അപ്പം ആൻഡ് ദാറ്റ്സ് വെൻ ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് ഇൻ 2020 March. And you know 2020 March, that's when we all started this COVID issues. അപ്പം because of COVID, and before I was waiting for someone to call me from Monash, they like when I contacted them, they're like, you're in the queue. When your turn comes, or when there are people who's got more intensive cancer than you, who will be contacted first, and then when your turn comes, will be contacted. അപ്പോഴേക്ക് ഞാൻ നാട്ടിലൊക്കെ സംസാരിക്കുമ്പോഴേക്കും നാട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടില്ല. അപ്പം ലൈക്ക് അവരൊക്കെ ആകെ പാനിക് ചെയ്യാൻ തുടങ്ങി. വാട്ട് നത്തിങ് ഇസ് ഹാപ്പനിങ്, you've been diagnosed with something and no treatment has started. അപ്പോൾ പിന്നെ എനിക്ക് ആ സമയത്ത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം I thought I'll just go see a specialist. And then I went to a specialist oncologist, pay ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു, because there's nothing happening. So that was a good step, I would say, that I did, because that kicked off the treatment, I would say. Doctor അടുത്ത് പോയി. I was very lucky enough that doctor had same rooms തന്നെ. There was this very good surgeon, and they both collaborated, and they started the treatment. And they both were luckily, and I was also a single mom, and I told them my situation and everything, and they said, don't worry, we both are with Monash, so we'll put you through Monash and everything. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിലും I was lucky with that. So they both referred me through Monash, and so they started with PET scan. PET scan എന്താണെന്ന് അറിയുമോ? Like it's like they check all your body. They put an ink in your body, and they'll check all your body for any specific other cancers. And luckily again I was not detected with anything else. അത് കഴിഞ്ഞിട്ട് പിന്നെ then this COVID thing was also happening simultaneously. So doctors were a bit not sure how to treat a cancer patient during COVID time, because otherwise with breast cancers they'll first do chemotherapy, and over the months that will shrink the cancer, and then they will do the surgery, and then based on however your body is, they'll do the radiotherapy as well. But because of COVID, they did not know if chemotherapy was done first. Patient in the immunity affect how, and if COVID happens along with cancer, what will happen? Okay, so they were not sure how to do it first. So because
to avoid that risk, instead of the normal stages, they did surgery for me first. So ആദ്യം സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1 month കഴിഞ്ഞിട്ട് they started the chemotherapy. Chemotherapy was like intense for like 2 months. That was very difficult. Chemotherapy ആവുമ്പോഴേക്ക് നമുക്ക് മുടിയെല്ലാം പോകും, പിന്നെ ഭയങ്കര സ്വെല്ലിംഗ് ആവും, ആൻഡ് യു ലൂസ് സ്മെൽ, യു ലൂസ് ടേസ്റ്റ്, യു ലൂസ് എനർജി, you can't talk, you just be in a very quiet place. You don't want to even do anything. But again, ആ സമയത്ത് ഞാൻ ഇത് ഡയഗ്നോസ്ഡ് ആവുന്നതിനെല്ലാം മുന്നേ I just signed for a contract for a house and a land, and then I was like, okay, ഇനി എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ജോലി എടുക്കാൻ പറ്റുമോ, ഇതൊക്കെ എങ്ങനെ ചെയ്യും? അപ്പോൾ അവരോട് ചോദിച്ചപ്പം I cannot come out of the contract until I build that and then sell it. So again, because of the COVID time, again because we had all these work from home, I worked from Monday to Thursday. Friday I went for chemo, Saturday Sunday I took rest, and then Monday to Thursday again I worked. So അങ്ങനെ എങ്ങനെയോ ലക്കിലി ആ സമയത്ത് വർക്ക് ഫ്രം ഹോമും കൂടി ഉള്ളത് കാരണം അത് രണ്ടും കൂടി മാനേജ് ചെയ്ത് by the time my treatment was over, my house was also built, and that also happened. And my mom couldn't come down because ആ സമയത്ത് അവരെല്ലാം എന്താ പറയുക ബോർഡറൊക്കെ ക്ലോസ് ചെയ്തു. So my mom couldn't come down, and it is my friends, most of them sitting here, who helped me through it. Thank you for that. They all took turns to take me for chemo. They all took turns. They all made a group to make food for me, because I lived with a friend of mine, and so it was all like I went through this whole journey just because of my friends, because that is my family here. And adinde breast cancer journey, it's just not about the treatment. It'll make you more grateful in life, and will make you realize so many things in life. So that was my diagnosis and my treatment. So after after the surgery and after chemotherapy for like 8 to 9 months. So in chemotherapy they will suggest you like you'll do for another so many months nallathu. പക്ഷേ I started having tingling in my fingers and toes, like ഇവിടെ ഇങ്ങനെ തരിപ്പ് വരാൻ തുടങ്ങി, and it was so bad, like I just couldn't deal with it. And then they said, I think your body has taken enough. It cannot take more than this. Adante science aanadu. So if your body is not accepting any more chemotherapy, that's enough for your. Appo I was like, ayo, enough chemotherapy kittiyo. Ida njan velangi ini sahikkam, പക്ഷേ if I have to take more, you have to give me more. Doctor പറഞ്ഞു, no, this is affecting your nervous system, so we'll stop. No, appo angane chemotherapy കഴിഞ്ഞു. And then after chemotherapy സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ കുഞ്ഞു മുടിയൊക്കെ വരാൻ തുടങ്ങി. Otherwise everything, eyelashes, eyebrows, everything, I was totally like a baby. അത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയൊക്കെ വന്നു, പിന്നെ മുടി വരാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് radiotherapy was like every day. I was okay to drive, so every day I went driving and did my radiotherapy at Berwick. അവിടെ പോയി അതും ചെയ്തു. So that's the treatment, like surgery, chemotherapy, radiotherapy. And like Dr. said again, it was triple negative breast cancer. It happens for 15% of among the breast cancers. It is a very aggressive cancer. So I was told, like when I was detected, it was stage 1, but like when they opened for surgery, it had already stepped into stage 2. So it is a very aggressive breast cancer. But at the same time, if it is triple negative, if you've survived like for 5 years,
without a relapse. There is very, 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 very less chance of it happening again. And I've completed my 5 years. So yeah, so luckily what I want to tell here is that see, even after doctor telling me I didn't feel that lump, that is very I don't know how you will say that, but I just didn't feel like a lump as such. But then I was thinking, like, if that little thing did not sign my body, if I neglected the little sign that my body showed me, I wouldn't have been here, because triple negative cancer is very aggressive. The survival rate is only 2 years. If you don't detect it in 2 years, you will die. It is. I was very fortunate to എൻ്റെ അമ്മ പറഞ്ഞിട്ടാണെങ്കിലും I was very fortunate. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അത് കാണിക്കാനും അതിൽ ലംപ് മനസ്സിലാക്കാനും immediately treatment തുടങ്ങാൻ, like I had literally stepped into stage 2, but because of its aggressiveness, it could have been very rapid and it could have been very quick. So I was very fortunate to go and screen it and do my treatments, and I am here to talk to all of you. So I would say, like, any little, say, breast cancer ennalla ennipo doctor പറഞ്ഞ കുറേ symptoms ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ പോലും നമുക്കുണ്ടെങ്കിൽ we are all very lucky to be in this country with so many facilities and so many easy ways of detecting it and screening it. And so never neglect any signs that your body gives എന്നുള്ളതാണ് ഇത് ഞാൻ എൻ്റെ നിന്ന് പഠിച്ചിട്ടുള്ളത്. Because and the prevention is better than cure. So if you find it and if you start your treatment ASAP, we can live in this beautiful world so many more years. വേറെ എന്താ, പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ്, like after coming out of this cancer, like it was very painful physically, mentally, എല്ലാം. Physically, it's like some days it's like chemotherapy ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ like it's very hard to open your fingers, like ഇങ്ങനെ ജോയിൻസ് തുറക്കാൻ പോലും ഭയങ്കര പാടാണ്. ലൈക്ക് ഇങ്ങനെ പതുക്കെയാണ് തുറക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത കീമോയുടെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ we'll slowly get back to okay stage. അപ്പോൾ ആ 2-3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ആ ഒരു പെയിൻ ഇല്ലാത്തത് തന്നെ we feel so grateful in life. Those are the little things that is so important in life എന്ന് വിചാരിക്കും. അപ്പം whenever, like after this whole treatment journey, whenever ഞാൻ എനിക്ക് കുറച്ച് സങ്കടം വരുമ്പോഴോ എന്തെങ്കിലും ഒരു ലോ വരുമ്പോഴോ I think of those days. And I think, like, see, I'm able to get up without any pain today. I am the same person who went through all those pain, but I am today without the pain. So I should be grateful for whatever I have today. So it's like count your blessings and be grateful. നമ്മൾ ഇങ്ങനത്തെ ഒരു ജേർണി കൂടെ പോയി കഴിയുമ്പം. So I would say breast cancer was not just fighting it or surviving it, but it'll mentally and physically like change you a lot and make you more stronger, make you more grateful, make you more happy. പിന്നെ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു എന്താ പറയുക urge ഇല്ലേ, ആ ഒരു zest, എന്താ പറയുക ത്വര, അതൊക്കെ ഭയങ്കര കൂടുതലാവും. ലൈക്ക് നമ്മൾ മരിച്ചു പോകേണ്ടതായിരുന്നല്ലോ. എൻ്റെ മോള് ഇപ്പം when she was like അവള് വലുതായി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അമ്മ ഐ തോട്ട് യു വുഡ് ഡൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഐ ക്രൈഡ് ദോസ് നൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പം ഇപ്പോഴാണ് അവൾക്കത് എൻ്റെ അടുത്ത് പറയുമ്പം എനിക്കത് ലൈക്ക് ഐ വാസ് തിങ്കിങ് ഇഫ് So it's like it's all a blessing now. Like every day is a blessing. മാതിരിയാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത്. Like I count every moment. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും
എൻ്റെ എല്ലാവരെയും ഇങ്ങനെ സ്നേഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. ലൈക്ക് ഐ എം തിങ്കിങ് ടുഡേ ഐ ഗോട്ട് ഐ വുഡന്റ് ഹാവ് ബീൻ ഹിയർ. സോ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ജീവിക്കുന്നത്. I have so many lovely people, so many sitting here itself, like a very loving and for me, I don't know if I'm talking the right topic here. More than cancer, I don't know. I'm not. I can't be more informative about the cancer as such. I can only talk about what I have, but I would say cancer, any sort of cancer, it's there's so many like research and things that they are doing these days. So we are very lucky to be living in this country and living in this era, so that if we can detect, we can definitely come out of it, and we can live every moment happily and with a grateful heart and everything. I think that's pretty much I want to talk. I don't know if there is anything more. If you have any questions, you can please ask me. But before that, I thank you so much, Priya, for giving me this opportunity to talk today. I don't know, like ഞാൻ കഴിഞ്ഞൊരു ലാസ്റ്റ് 10 days ആയിട്ട് ഞാൻ വിയറ്റ്നാമിലായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. I wanted to go for a trip, like because this was for my 5th year of survival and my 10th year of being a single mom. So I wanted to celebrate this milestone. So I'd been with my school friends. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീട്ടിലെത്തിയത്. പക്ഷേ I really wanted to make this because at least ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും രീതിയിൽ, എന്തെങ്കിലും കുഞ്ഞ രീതിയിൽ ഇത് ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേറ്റീവ് ആയാൽ I'll be more than happy. So really thank you so much for giving me this opportunity. Chichi, Santosh Shetta, everyone in Pulleri, thank you so much for this opportunity. And yeah, thank you. Thank you so much, Ms. Chintu, for sharing your powerful story with us today with such openness and bravery. It was incredible to listen to.